ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇതിന് മുമ്പ് ഒരു അപ്സ്ട്രോക്കിൻ്റെ ആപ്പിൻ്റെ അകത്ത് ഫുള്ളായിട്ട് ഒരു ട്രേഡ് എങ്ങനെ നമുക്ക് ബൈ ചെയ്ത് സ്റ്റോപ്പ് ലോസ് വെച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതിൻ്റെ 2 വീഡിയോസ് ചെയ്തിരുന്നു. ഒന്ന് ഇൻട്രാഡേ, അത് ഈ വീഡിയോ ഇന്നലെ ചെയ്തതാണ്. കാരണം എൻ്റെ ഫീസൊന്നും ആയിട്ടില്ല. പക്ഷേ കണ്ട ഒരാൾ എന്നോട് പറഞ്ഞു ഞാൻ ലൈവായിട്ട് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു പോയപ്പോൾ പെട്ടെന്നായി പറഞ്ഞു പോയത്, കാരണം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ആ ഒരു ഇതുകൊണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ അത് തന്നെയാണ് ചെയ്യുന്ന. ഐഡിയലി ഒരു ഇൻട്രാഡേ ട്രേഡ് എങ്ങനെയാണ് നമ്മൾ അപ്സ്ട്രോക്കിൻ്റെ ആപ്പിൻ്റെ അകത്ത് എടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നത്. ഞാനപ്പോൾ ഇതിന് മുമ്പ് ആ 2 വീഡിയോസ് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതായത് ഇൻട്രാഡേ ട്രേഡ് എടുക്കുന്നത് എങ്ങനെയാണെന്നും അല്ലെങ്കിൽ ഷോർട്ട് സെൽ ഓർഡർ ഇൻട്രാഡേ ചെയ്യുന്നത് എങ്ങനെയാണെന്നും 2 വീഡിയോസ് 1 by 1 ആയിട്ട് കൊടുക്കാം. അപ്പോൾ അതൊരുവണ്ണം കണ്ടിട്ട് ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം കണ്ടാലും മതി. കാരണം ഇതാകുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാ കാര്യങ്ങളും ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. ചിലപ്പോൾ ഞാൻ വീഡിയോയുടെ ലെങ്ത് ഇച്ചിരി കൂടി പോയേക്കാം, പക്ഷേ നിങ്ങൾക്ക് കണ്ടിരുന്ന മനസ്സിലായി. കാരണം ലൈവായിട്ട് ചെയ്ത് തന്നെയാണ് കാണിക്കുന്നത്, ഓരോ സ്റ്റെപ്പായിട്ട്. ഞാനിപ്പോൾ അതിന് ഉദ്ദേശിക്കുന്നത്, ഓക്കെ, ആദ്യം ഇൻട്രാഡേ എന്താണെന്ന് അറിയാൻ പാടില്ലാത്തവർക്ക് നമ്മളൊരു സ്റ്റോക്ക് ഇന്ന് മേടിച്ച് ഇന്ന് തന്നെ സെല്ല് ചെയ്യുന്നതിനാണ് ഇൻട്രാഡേ എന്ന് പറയുന്നത്. അതായത് ഇന്ന് രാവിലെ മേടിക്കുവാണെങ്കിൽ ഇന്ന് വൈകുന്നേരത്തെ 3:30 മുമ്പ് അത് സെല്ല് ചെയ്യുവാണെങ്കിൽ എന്നിട്ട് അതിൻ്റെ പ്രോഫിറ്റ് ലോസോ ബുക്ക് ചെയ്യുകയാണ് അതിന് ഇൻട്രാഡേ ട്രേഡ് എന്ന് പറയുന്നത്. അതിന് നമ്മളതിന് ബ്രോക്കറേജ് കൊടുക്കണം, നമ്മൾ ഡെലിവറി എടുക്കുന്നില്ല. അതുപോലെ തന്നെ രാവിലെ സെല്ല് ചെയ്തിട്ട് ഇന്ന് വൈകുന്നേരം 3:30 മുമ്പ് തന്നെ നമ്മളത് തിരിച്ച് ബൈ ചെയ്യുകയാണെങ്കിൽ അത് ഷോർട്ട് സെൽ എന്ന് പറയും. പിന്നെ ഇൻട്രാഡേ ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിവറേജ് കിട്ടും. ഇപ്പോൾ എൻ്റെ ട്രേഡിംഗ് അക്കൗണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 17,000 രൂപയ്ക്ക് എടുത്തുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നമ്മൾ ഡെലിവറി എടുക്കുവാണെങ്കിൽ 17,000 രൂപയുടെ സാധനമാണ് നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇൻട്രാഡേ എടുക്കുമ്പോൾ ആ ട്രേഡ് ഒരു 4 times ഒക്കെ എക്സ്ട്രാ, അതായത് ഒരു 60,000 ഒക്കെ 65,000 ഒക്കെ സ്റ്റോക്ക് നമുക്ക് ക്വാണ്ടിറ്റി നമുക്ക് മേടിക്കാൻ പറ്റും. അതായത് ഈ സ്റ്റോക്കാണെങ്കിൽ ഇപ്പോൾ CESC എന്നുള്ള സ്റ്റോക്കിലാണ് ഞാൻ ഇന്നലെ ഇൻട്രാഡേ എടുത്തത്. അതുകൊണ്ട് അതേ സ്റ്റോക്ക് തന്നെയാണ് ഇന്നും ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതാണെങ്കിൽ 115 രൂപയാണ് ഇപ്പോൾ വില നിൽക്കുന്നത്. അതായത് നമുക്കൊരു അപ്പോൾ ഒരു 16,000 രൂപ വെച്ച് അതിൻ്റെ ഒരു 4 times മാർജിൻ എടുത്ത് ഏകദേശം ഒരു 650 ക്വാണ്ടിറ്റി നമുക്ക് ബൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ ഇൻട്രാഡേ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മളൊരു സ്റ്റോക്ക് ആദ്യം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് NSEയുടെ ബ്രേക്കൗട്ടൊക്കെ എടുത്ത് നോക്കാം, നമുക്കൊരു പറ്റിയ സ്റ്റോക്ക്. പക്ഷേ ഞാനിപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 1-2 സ്റ്റോക്ക് നമ്മൾ സ്ഥിരം അതിൽ തന്നെ ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ ആ സ്റ്റോക്കിൻ്റെ സ്ഥിരം മൂവ്മെൻറ്റ്സിനെ കുറിച്ച് നല്ല ഐഡിയ ഉണ്ടാവും. എവിടെയാണ് എൻ്റെ സപ്പോർട്ട് വരുന്നതെന്നും റെസിസ്റ്റ് വരുന്നതെന്നും. ഞാൻ അപ്പോഴെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റ് മാത്രം ഒരു പ്രിൻസിപ്പിളാണ് ഇപ്പം ട്രേഡ് ചെയ്യുന്നത്. ഞാൻ അതും ജസ്റ്റ് കാണിച്ചു വീഡിയോയിൽ. അപ്പോൾ ഞാനിപ്പോൾ ഈ സ്റ്റോക്ക് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഏകദേശം ഒരു നിങ്ങൾക്ക് കാണാൻ പറ്റും 115.40. ഇവിടെ ഒരു നല്ലൊരു വോളിയം ക്വാണ്ടിറ്റി ബൈ വന്നേക്കുന്നുണ്ടോ. അപ്പോൾ അതൊരു റെസിസ്റ്റൻ പോയിൻ്റ് ആണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കൂടുതൽ ആൾക്കാർ അവിടെ ബയ്യേഴ്സ് വന്നേക്കുന്നത്. ഞാൻ വേറൊരു കാര്യം കാണിച്ചാൽ ചാർട്ടിനകത്ത് എങ്ങനെയാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കണമെന്ന് പറഞ്ഞുതരാം. ഇതിപ്പോൾ ശരിക്കും ഇവിടെയാണ് ഞാൻ നോക്കിയിട്ടൊരു 1 മിനിറ്റിലൊരു റെസിസ്റ്റൻസ് ആണ് 114.40. പിന്നെ ഇവിടെ കൂടുതൽ ബയ്യേഴ്സ് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂം ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു പോയിന്റ് വന്നിട്ടുണ്ടോ 115.2 ആണ്, അത് 20. അവിടെ വന്നിട്ട് പിന്നെ അതങ്ങ് സ്റ്റക്കായി നിൽക്കുവാണ് താഴേക്ക് പോവാതെ. ഇനി അവിടെ എങ്ങാനും താഴേക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഷുവറായിട്ടും അതൊരു 114.49, ഏകദേശം ഒരു 60 പൈസയാണ് താഴേക്ക് വരും, അല്ലെങ്കിൽ മുകളിലേക്ക് വരും. പിന്നെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് വരാൻ ചാൻസ് ഉണ്ട്, അതായത് 180, 115.80. ഇത് 1 hour ചാർട്ടാണ്. നമുക്ക് 1 minute ചാർട്ടകത്ത് നമുക്ക് നോക്കാം. സ്വിച്ച് ചെയ്യേണ്ട എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 1 hour 1 minute നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. നമുക്കിനി ക്യാൻഡിൽ സ്റ്റിക്കിലേക്ക് മാറ്റണമെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അപ്പോൾ എൻ്റെ ഒരു ഐഡിയലി ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ അനാലിസിസ് സ്കില്ലാണ്. പിന്നെ അതൊരു 50% പറയാൻ പറ്റുള്ളൂ. പിന്നത്തെ ഒരു 75% നമ്മുടെ എന്താ പറയുക, ഒരു വിഷനാണ്, നമ്മുടെ ഒരു ഗട്ട് ഫീൽ കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ബാക്കി 25% ലക്ക് മാത്രമാണ്. ഒരു 75 to 80% മാത്രമാണ് നമുക്കൊരു സക്സസ്ഫുൾ ആയിട്ട് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഇന്നലെ എടുത്ത ആ 2 ട്രേഡും, അതായത് അതൊരു ഇൻട്രാഡേ ബൈ എടുത്തതും അതുപോലെ തന്നെ ഞാൻ ഷോർട്ട് സെൽ ചെയ്തതും എൻ്റെ ഒരു ഗട്ട് ഫീൽ വെച്ചുള്ള എൻ്റെ ഒരു അനാലിസിസ് വെച്ചുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് പോയിന്റ് ഉണ്ടായിരുന്നു. ആ പോയിന്റിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് വീഡിയോ എല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റി. ഇപ്പം ഇന്നത്തെ ഇതനുസരിച്ച് നല്ലൊരു സപ്പോർട്ട് പോയിന്റ് ഉള്ളത് 115.25 അല്ലെങ്കിൽ 20. ഈ പോയിന്റാണ് നല്ലൊരു റെസിസ്റ്റൻസ് പോയിന്റ് ഉള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു എൻട്രി എടുക്കുവാണെങ്കിൽ പ്രൈസ് മുകളിലേക്ക് പോകാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ റെസിസ്റ്റൻസ് പോയിന്റ് വരുന്നത് ആ 1 hour ചാർട്ട് വെച്ച് നമ്മൾ കണ്ടാണ് 115.70. ഇവിടെയൊക്കെ നല്ല റെസിസ്റ്റൻസ് പോയിന്റ് വരും.
അതായത് ഒരു 20 എൻട്രി എടുക്കുവാണെങ്കിൽ അതായത് 50 പൈസയോളം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ നമുക്കിവിടെ സ്വിച്ച് ചെയ്ത് കാണാൻ പറ്റും. സമ്മറി കാണണമെങ്കിലും ചാർട്ടിൻ്റെ കാര്യം, പിന്നെ ന്യൂസ്, ഫണ്ടമെൻറ്റ്സ് ഒക്കെ നമുക്കിവിടെ ഓരോ സ്വിച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ബയ്യേഴ്സിൻ്റെ ഇത് കാണാൻ പറ്റും, ഇവിടെ നമുക്ക് സെല്ലേഴ്സ്. എപ്പോഴും പിന്നെ വേറൊരു കാര്യം ഈസി ആയിട്ട് നോക്കാന്ന് പറഞ്ഞാൽ, ഒരു സ്റ്റോക്കിന് ബയ്യേഴ്സ് കൂടുതലാണെങ്കിൽ പ്രൈസ് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ സെല്ലേഴ്സ് ഒത്തിരി കൂടുതലാണെങ്കിൽ പ്രൈസ് താഴേക്ക് വരാനുള്ള ചാൻസും കൂടുതലാണ്. ഒരു ഒട്ടുമുക്ക സ്റ്റോക്കിലും നമ്മൾ ഇൻട്രാഡേ എടുക്കുമ്പോൾ കാണുന്ന ശരിക്കും സെല്ലേഴ്സ് ആയിരിക്കും കൂടുതൽ. കാരണം വെച്ചിട്ട് രാവിലെ എടുത്ത ബയ്യേഴ്സും അവരുടെ പിന്നെ സെൽ ഓർഡർ ഇട്ട് ടാർഗറ്റ് ഇട്ട് വെച്ചേക്കുന്നതൊക്കെ ആയിട്ട് സെല്ലേഴ്സ് ആയിരിക്കും കൂടുതലെപ്പോഴും നമ്മളെ കാണുന്നത്. പക്ഷേ എന്നിങ്ങനെ നമ്മൾ ചില ദിവസത്തെ ചില സ്റ്റോക്കുകൾക്ക് കാണാൻ പറ്റും ബയ്യേഴ്സിൻ്റെ. ഇത് ഞാൻ പണ്ട് വേറൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതായത് ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ ലൈവ് ട്രേഡ് ചെയ്തപ്പോൾ ഉള്ളതെന്ന് തോന്നുന്നു. കൂടുതലാണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി മുകളിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമുക്കൊരു ധൈര്യമായിട്ട് തന്നെ എൻട്രി എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ഓക്കെ, ഓൾമോസ്റ്റ് 51 മീൻസ് ഓൾമോസ്റ്റ് 50% നിൽക്കുന്നത്. അപ്പോൾ മുകളിലേക്ക് താഴേക്ക് പോകാൻ ഒരു ഐഡിയ ഇല്ല നിൽക്കുന്നത് ഇതാണ്. പിന്നെ എൻ്റെ കണക്കൂട്ടലിൽ സപ്പോർട്ട് പോയിന്റ് വരുന്നത് ഈ ഇവിടേക്കാണ് ഒരു സപ്പോർട്ട് പോയിന്റ് ഉള്ളത്. 115.20 എന്നുള്ള പോയിന്റാണ് നല്ലൊരു സപ്പോർട്ട് പോയിന്റ് ഉള്ളത്. അപ്പോൾ ഞാൻ അവിടെയാണ് ഏതായാലും ട്രേഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആദ്യം വെറും ബൈ ഓർഡർ എടുത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്ക് താഴെ ബൈ എന്നുള്ള ഓപ്ഷൻ, സെല്ല് എന്നുള്ള ഓപ്ഷൻ കാണാം. നമ്മൾ ഇൻട്രാഡേ ബൈ ആണ് ആദ്യം ചെയ്യണമെങ്കിൽ നമ്മൾ ആ ബൈ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് റെഗുലർ ഓർഡർ എന്നുള്ളതും GTT മാർജിൻ ട്രേഡ് ഫെസിലിറ്റി കാണാൻ പറ്റും. നമ്മൾ റെഗുലർ ഓർഡറാണ് ചെയ്യുന്നത്, കാരണം ഞാൻ വേറെ ഒന്നിലേക്കും ഇപ്പോൾ പോകുന്നില്ല. ഈ കോൾ എന്താ വെച്ചാൽ ഇവിടെയാണ് നമ്മൾ ക്വാണ്ടിറ്റി അടിക്കുന്നത്. അതായത് എത്ര ക്വാണ്ടിറ്റിയാണ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മുടെ അവൈലബിൾ ക്യാഷ് എത്രയാണ് ഞാൻ പറഞ്ഞില്ല, ഏകദേശം 16,600 രൂപയാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിനകത്ത് ബാലൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റു ഏകദേശം 4 ടൈംസ് നമ്മൾ 15,000 വെച്ച് കൂട്ടുവാണെങ്കിൽ ഏകദേശം ഒരു 64,000 രൂപയോളം എൻ്റെ കയ്യിലിപ്പോൾ ബാലൻസ് എൻ്റെ ട്രേഡിംഗ് അക്കൗണ്ട് വെച്ച് എനിക്ക് ചെയ്യാൻ പറ്റും. അതായത് ഈ കിടക്കുന്ന 16,000 വെച്ച് ഞാനപ്പോൾ ഇവിടെ ക്വാണ്ടിറ്റി അടിക്കുവാണ്. ഞാൻ ബൈ എടുക്കാൻ ഉദ്ദേശിച്ചിട്ട് പോയിട്ട് 20 അതായത് 115.20 എന്ന പോയിന്റിലാണ് ഞാൻ എൻട്രി എടുക്കാൻ ഉദ്ദേശിച്ചത്. ആ ഒരു 11.30 നല്ലൊരു റെസിസ്റ്റൻസ് പോയിന്റ്, നല്ല ബയേഴ്സ് വന്ന് നിൽക്കുന്നുണ്ട്, മുകളിലേക്ക് ഉള്ള ചാൻസ് ഉണ്ട്. പക്ഷേ എൻ്റെ അനാലിസിസ് വെച്ച് അത് താന്ന് 115.20 വരെയും വരും, അത് ബ്രേക്ക് ഔട്ട് ചെയ്താൽ. എന്നിട്ട് മുകളിലേക്ക് കയറുമ്പോഴുള്ള ചാൻസ് ഉണ്ട്. നമുക്കിവിടെ പിന്നെ കാണാൻ സാധിക്കും, നമുക്ക് ലിമിറ്റ് ഓർഡർ ആയിട്ട് വെക്കാം, അല്ലെങ്കിൽ മാർക്കറ്റ് ഓർഡർ ആയിട്ട് വെക്കാം. നമ്മൾ മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് ഓർഡറിലാണ് സെലക്ട് ചെയ്തേക്കണമെങ്കിൽ ബൈ ഡീഫാൾട്ട് എത്രയാണോ ഇവിടെ പ്രൈസ് നിൽക്കുന്നത് ആ പ്രൈസിൽ ആ ഓർഡർ എക്സിക്യൂട്ട് ആവും. നമ്മൾ ലിമിറ്റാണെങ്കിൽ നമുക്കിവിടെ എത്രയാണ് നമ്മൾ ടാർഗറ്റ് ലിമിറ്റ് വെക്കുന്നത് ആ ലിമിറ്റിനകത്ത് ഓർഡർ എക്സിക്യൂട്ട് ആവും. ഇപ്പോൾ ഞാൻ 115.20 ഇവിടെ ക്വാണ്ടിറ്റി അടിക്കുകയാണെങ്കിൽ ഞാൻ 600 ക്വാണ്ടിറ്റി അടിച്ചു നോക്കാം. നമുക്ക് ചിലപ്പോൾ 700 ക്വാണ്ടിറ്റിയൊക്കെ വരെയും കയറുമായിരിക്കും. 600 ക്വാണ്ടിറ്റി അടിച്ചു. അപ്പോൾ നമുക്ക് താഴെ ഇവിടെ കാണാൻ പറ്റും 13,824 രൂപ മതി ശരിക്കും 600 ക്വാണ്ടിറ്റി നമ്മൾ ലിവറേജ് എടുത്ത് മേടിക്കണമെങ്കിൽ. ഞാനപ്പോൾ അതൊരു 700 ക്വാണ്ടിറ്റി ആക്കി വെക്കാം. 700 ക്വാണ്ടിറ്റി അടിച്ചു. അപ്പോൾ കാണാൻ സാധിക്കും 16,128 മതി. ഇതിപ്പോൾ നല്ലൊരു റെസിസ്റ്റൻസ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുകളിൽ സപ്പോർട്ടുമാർ റെസിസ്റ്റൻറ്റിലേക്ക്, അതായത് 115.70 ഞാനൊരു റെസിസ്റ്റൻസ് പോയിന്റ് പറഞ്ഞല്ലോ. നമുക്ക് ഇത് വെച്ച് നോക്കിയിട്ട് ആയില്ലെങ്കിൽ നമുക്ക് റെസിസ്റ്റൻറ്റ് ഷോർട്ട് സെല്ല് ചെയ്ത് നോക്കാം ഈ ഓർഡറിനായി. അത് കാര്യങ്ങൾ പറഞ്ഞു പോകാം. പിന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും, നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കണ്ടോ, ആഡ് കവർ ഓർഡർ എന്നുള്ളൊരു ഓപ്ഷൻ. കവർ ഓർഡർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മൾ ബൈ ആണല്ലോ ചെയ്യുന്നത്, അതിൻ്റെ ഓട്ടോ സ്കോർ ഓഫ് ഇത്ര പെർസെൻറ്റേജ് കൂടുതൽ വേരിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ചെയ്യാനാണ് അതെടുക്കുന്നത്. നമുക്കത് എനേബിളും ഡിസേബിളും ചെയ്യാൻ ഈ സാധനം വെച്ച് നമുക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റും വേണമെങ്കിൽ. ഞാൻ സാധാരണ കവർ ഓർഡർ ചെയ്യണത് വളരെ കുറവാണ്, കാരണം നമ്മൾ ഡയറക്റ്റ്ലി ചെയ്യുമ്പോണ്ടല്ലോ നമ്മൾ നോക്കി ഇരുന്നാലേ നടക്കുള്ളൂ. ചുമ്മാ ഇങ്ങനെ റാൻഡമായിട്ട് ഇട്ട് വെച്ച് ഓട്ടോമാറ്റിക്കലി ആ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോകാനാണ് ചാൻസ്. അപ്പോൾ ഞാനിപ്പോൾ കവർ ഓർഡർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ സ്റ്റോപ്പ് ലോസ് ലിമിറ്റും സ്റ്റോപ്പ് ലോസ് മാർക്കറ്റും വന്നിട്ടുണ്ട്. നമ്മൾ എൻട്രി എടുക്കുക സാധാരണ ഈ 2 കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ഞാനത് സെപ്പറേറ്റ് പറയാം എന്താണ് സ്റ്റോപ്പ് ലോസ് ലിമിറ്റും സ്റ്റോപ്പ് ലോസ് മാർക്കറ്റും എന്നുള്ളത്. നമ്മൾ ലിമിറ്റ് ഓർഡറായിട്ട് എടുത്തു. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇൻട്രാഡേ വേണോ ഡെലിവറി വേണം. ഇപ്പോൾ നമ്മൾ ഒരു 100 ക്വാണ്ടിറ്റി, ഇപ്പോൾ എൻ്റെ കയ്യിൽ 16,000 രൂപ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ 16,000 രൂപയ്ക്ക് എനിക്ക് ഏകദേശം ഒരു 100 ക്വാണ്ടിറ്റി മേടിക്കുമ്പോൾ 115 14,000 രൂപ, ഏകദേശം ഒരു 150 ക്വാണ്ടിറ്റിയോളം നമുക്ക് ഡെലിവറി എടുക്കാൻ പറ്റും.
അങ്ങനെ ഡെലിവറി എടുക്കുക നമുക്ക് എത്ര നാൾ വേണമെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ഡെലിവറിയിലേക്ക് സ്വിച്ച് ചെയ്യണം. നമ്മുടെ ക്വാണ്ടിറ്റി ഒന്ന് അടിച്ചോ കണ്ടോ, ഇവിടെ ആക്കിയപ്പോൾ തന്നെ എഴുതി വന്നു 144 ക്വാണ്ടിറ്റിയാണ്, അതായത് 144 ക്വാണ്ടിറ്റിയാണ് നമുക്ക് ഡെലിവറി എടുക്കാൻ പറ്റുന്നത്. ഞാനെല്ലാം ഇൻട്രാഡേ ആണ് ചെയ്യുന്നത്, ഇൻട്രാഡേ ആണ് ഡെമോ ചെയ്യുന്നത്. ഡെലിവറി എടുക്കുന്ന വേറെ വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം. ഇൻട്രാഡേ ക്ലിക്ക് ചെയ്തു. നമുക്ക് കവർ ഓർഡർ വേണമെങ്കിൽ, അതായത് ഒറ്റ ഓർഡറിൽ തന്നെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ലിമിറ്റ് ഓർഡറിൽ മാർക്കറ്റ് ഓർഡറോ അതിൻ്റെ ഓട്ടോ സ്ക്വയർ ഓഫ് ഓർഡർ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യുന്നതിനാണ് സ്റ്റോപ്പ് ലോസ് കവർ ഓർഡർ എന്ന് പറഞ്ഞത്. അത് ചെയ്യുന്നില്ല. നമുക്കിപ്പോൾ 115.20 കൊടുത്തു. നമുക്ക് ഡേ ആണോ IOC ആണോ എന്നുള്ളത് കൊടുക്കാം. വാലിഡിറ്റി IOC ഇനീഷ്യൽ ഓർഡർ ക്യാൻസൽ എന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓർഡർ ഇട്ടു, അത് എക്സിക്യൂട്ട് ആയി അപ്പം തന്നെ ക്യാൻസൽ ആകാൻ വേണ്ടിയുള്ളതാണ്. ഈ ഡിസ്ക്ലോസ് ക്വാണ്ടിറ്റിയുടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ 700 ക്വാണ്ടിറ്റിയുടെ ഓർഡർ പ്ലേസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് പക്ഷേ അത്രയും ക്വാണ്ടിറ്റി നമ്മൾ മാർക്കറ്റിലേക്ക് അയച്ചു എന്നുള്ള വേറെ ആരും കണ്ട, അതൊക്കെ നമ്മളെ സംബന്ധിച്ച് ഓക്കെയാണ്. 700 ക്വാണ്ടിറ്റിയൊക്കെ, ചിലവരൊക്കെ 10,000 ക്വാണ്ടിറ്റിയൊക്കെ മാർക്കറ്റിലേക്ക് അയക്കുന്നവരുണ്ട്, അതായത് ഇൻട്രാഡേ എടുക്കുന്നവരുണ്ട്. അവരെ സംബന്ധിച്ച് അപ്പോൾ അത്രയും ക്വാണ്ടിറ്റി ഒറ്റയടിക്ക് ഒരു പോയിന്റിലേക്ക് വരുമെന്ന് പറഞ്ഞാൽ ആൾക്കാർ ബാക്കി ട്രേഡ് ചെയ്യുന്നവർ അതിൽ നിന്ന് വിട്ടുമാറിയേക്കും. അപ്പോൾ അവർക്ക് അത്രയും ക്വാണ്ടിറ്റി കാണിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അവരല്ലേ ഇവിടെ 100 ക്വാണ്ടിറ്റി 200 ക്വാണ്ടിറ്റിയൊക്കെ കാണിക്കുള്ളൂ. അതായത് ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ഇവിടെ ഇത് ബാക്കോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ക്വാണ്ടിറ്റി കാണാൻ പറ്റും, എത്രയാണ് ക്വാണ്ടിറ്റീസ് ഉള്ളത് എന്നുള്ളത്. ഇപ്പോൾ കണ്ടോ, ഇവിടെ ഞാൻ ഇതുണ്ട് റെസിസ്റ്റൻസ് ഇത്രയും ക്വാണ്ടിറ്റി. ഇവിടെ ഒരു വേറൊരു 10,000 ക്വാണ്ടിറ്റി ഇങ്ങനെ ആരെങ്കിലും മേടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇത് കാണുന്നത് 15,000 ക്വാണ്ടിറ്റി. അപ്പോൾ ഭയങ്കര റെസിസ്റ്റൻ പോയിന്റ്, അപ്പോൾ ഒരുപാട് പേര് അവിടെ എൻട്രി എടുക്കും. അപ്പം അങ്ങനെ ചില ആൾക്കാർ കാണിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ഡിസ്ക്ലോസ് ക്വാണ്ടിറ്റി കുറച്ച് കാണിക്കും. ഓക്കെ, നമ്മൾ ബൈ തന്നെ പോയി ബൈയിൽ ക്ലിക്ക് ചെയ്തു. ഞാനിവിടെ 700 ക്വാണ്ടിറ്റി അടിച്ചു. ഇപ്പോൾ ഇത്രയും പറഞ്ഞ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിച്ചാൽ ഞാൻ വേറെ വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് ഏതെങ്കിലും സ്പെസിഫിക് പോയിന്റ് മനസ്സിലാവണേ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ലിമിറ്റ് ഓർഡർ വെക്കുന്നത് ലിമിറ്റ് എങ്ങനെ കൊടുത്തതെന്ന് മനസ്സിലായില്ല, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇത്രയും കാര്യം ചെയ്തു. ഞാൻ കവർ ഓർഡർ ഓഫ് ചെയ്തു. കവർ ഓർഡർ ഓൺ ആക്കിയോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ബൈ ആണല്ലോ ചെയ്യുന്നത്. ഓർഡർ എക്സിക്യൂട്ടായി 20 എടുക്കണോണ്ടേ 20 എക്സിക്യൂട്ട് വെച്ചു. എക്സിക്യൂട്ടായി കഴിഞ്ഞിട്ട് പ്രൈസ് താഴ്ന്നതെന്ന് നമുക്കിവിടെ പെർസെൻറ്റേജൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് വേണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു റിസ്ക് കവറേജ് ഒരു 1% ആണെന്ന് ഇരിക്കുക. 1% എന്ന് പറയുമ്പോൾ പ്രൈസ് നമ്മൾ എടുത്ത എൻട്രിയേക്കാളും 1% താഴ്ന്നില്ല, അതായത് 114.05 വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോ സ്ക്വയർ ഓഫ് അതിൽ കൂടുതൽ ലോസ് ഇല്ല. അതായത് 1% എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മൾ 700 രൂപയ്ക്ക് അടുത്തൊക്കെ, അത് ഇച്ചിരി വലിയ ഫിഗറാണ്. നമ്മൾ അത്രയും കോൺഫിഡൻ്റ് ഉള്ള തിരിച്ച് റിട്ടേൺ അടിക്കാം എന്നുള്ള സമയത്ത് ഒരു കാര്യം ചിന്തിച്ചാൽ മതി, ട്രേഡ് ചെയ്ത് പൈസ പോകരുതെന്ന് ആഗ്രഹിച്ചാൽ മതി. നമ്മൾ പ്രോഫിറ്റ് ഉണ്ടായില്ലെങ്കിലും അത് ചിലർ പറയും നമ്മൾ ട്രേഡ് ചെയ്യുന്ന പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ട്രേഡ് ചെയ്യണമെന്ന് പറയും. പക്ഷേ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ പൈസ പോവാതിരിക്കാൻ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേശ്ശെയാണെങ്കിലും വലിയ പ്രോഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. എനിക്ക് 200-300 രൂപയ്ക്ക് പ്രോഫിറ്റ് ഉള്ളൂ, പക്ഷേ നമുക്ക് അത് ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു 0.25% നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചു, അതായത് 114.90 താഴെ പ്രൈസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോ സ്കോർ ആയി പോകും. അപ്പോൾ നമുക്ക് ലോസ് വരുന്നത് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ 25%, അതായത് ഏകദേശം ഒരു 150-200 രൂപ, പിന്നെ അതിൻ്റെ ബ്രോക്കറേജ് എല്ലാം കൂടി 250 രൂപ 300 രൂപ ലോസ് വരും. അതങ്ങ് അക്സെപ്റ്റ് ചെയ്തേക്കുക. ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും പ്രോബ്ലം വെച്ചാൽ നമുക്കൊരു ലോസ് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും. അത് അക്സെപ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്യുകയാണ്, ഞാൻ ചെയ്യുന്നില്ല. ആൻഡ് വാലിഡിറ്റി അതും ഞാൻ പ്രത്യേകിച്ച് കൊടുക്കുന്നില്ല. ഇപ്പോൾ ബേസിക്കലി ഇൻട്രാഡേ ട്രേഡിന് ഒരു ബൈ ചെയ്യാനായിട്ട് നമ്മൾ അറിയേണ്ടത് ക്വാണ്ടിറ്റി അടിക്കുന്ന കോളം അറിയുക, ലിമിറ്റാണോ മാർക്കറ്റാണെന്ന് അറിയുക. ലിമിറ്റ് ആണെങ്കിൽ നമ്മൾ അടിക്കുക. നമുക്കിപ്പോൾ ഡെപ്ത് വേണമെങ്കിൽ, അതായത് ഇപ്പോൾ എത്രയൊക്കെയാണ് പ്രൈസ് നിൽക്കുന്നത് നമുക്ക് ഡയറക്റ്റ്ലി ചെക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ഡെപ്ത് എന്നുള്ളത്, അതിൻ്റെ അത് നിൽക്കുക. നമുക്ക് കാണാൻ സാധിക്കാം, ചാർട്ട് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റും. ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ 4000 പോയിൻറ്റ് 115.30 പിന്നെ ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരു റെസിസ്റ്റൻ പോയിൻ്റ് ആണ് ശരിക്കും 11.80 റെസിസ്റ്റൻ പോയിന്റ് വരുന്നുണ്ട്. 70 റെസിസ്റ്റൻ പോയിന്റ് വരുന്നുണ്ട്. അവിടെ പോയിട്ട് ഇപ്പോൾ കഴിഞ്ഞ വേണമെങ്കിലും കാണാൻ സാധിച്ചില്ലേ, അവിടെ തന്നെ കയറിയിട്ട് താഴേക്ക് ഇറങ്ങുന്നു. അത് ചാർട്ടിനകത്ത് എടുത്ത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അത് ഞാൻ ചാർട്ടിലേക്ക് പിന്നെ സ്വിച്ച് ചെയ്യുന്നില്ല, കാരണം വീഡിയോ ലെങ്ത് ഒരുപാടായി പോകും. നമുക്കിവിടെ 0.5 വയ്ക്കാം. എന്ന് പറഞ്ഞാൽ ഒരു ഡൗൺ വരുന്ന തന്നെയാണ് ഒരു പ്രതീക്ഷ. അത് കഴിഞ്ഞിട്ട് കയറി നമുക്ക് കുറച്ചൊരു 2 മിനിറ്റ് വെയിറ്റ് അതായിരിക്കും. അത് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരെ താഴെ പോകും. നമ്മൾ താഴെ പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം കാണിച്ചാൽ ഈ റിക്വയർഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാർജസ് ആൻഡ് ടാക്സ്, നമ്മൾ ഈ ഒരു ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് വരുന്ന ചാർജസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് ബ്രോക്കറേജ് ബൈ ചെയ്യാൻ 20 രൂപയാണ്,
അതർ ചാർജസ് വരിക, അതായത് ഏകദേശം 29.27. നമ്മുടെ ട്രേഡ് വാല്യൂ വരുന്നത് 16,000 രൂപയാണ് വരുന്നത്, അല്ല റിക്വയർഡ് എമൗണ്ട് വരുന്നത്. എസ്റ്റിമേറ്റ് ചാർജ് 29.27. അപ്പോൾ ഒരു ബൈ സൈഡിൽ ഏകദേശം 30 രൂപയും സെൽ സൈഡിൽ 60 രൂപ ഏകദേശം അഡീഷണൽ കോസ്റ്റ് വരും എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ പിന്നെ വേറെ കാര്യം കാണിച്ചു തരാം നിങ്ങളെ. നമ്മളിത് പോണാക്കിയിടുവാണെങ്കിൽ റിക്വയർഡ് നോക്കിക്കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് ഇവിടെ ചാർജസ് ഒന്നും കാണിക്കുന്നില്ല. നിങ്ങൾക്ക് സെയിം ആണ് വരുന്നത് ചാർജ്. ചിലർ ചോദിക്കുക ഓട്ടോ സ്ക്വയർ ഓഫ് ചെയ്യുമ്പോൾ ചാർജ് ഉള്ളത്. മറ്റേ ഇവരുടെ ടൈം ഔട്ട് കഴിഞ്ഞ് സ്റ്റോക്കിൻ്റെ അകത്ത് ടൈം ഔട്ട് കഴിഞ്ഞ് ഓട്ടോ സ്ക്വയർ ഓഫ് ചെയ്യുന്നതിന് എക്സ്ട്രാ ചാർജസ് ഉള്ളതാണ് കേട്ടോ. അത് ചിലവർക്ക് അറിയത്തില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് അതും കൂടി പറയുന്നത്. ഓക്കെ, ഞാൻ നമ്മൾ ചെയ്യുന്നത് ഈ സൈപ്പ് ടു ബൈ എന്നുള്ള ഓപ്ഷൻ കണ്ടോ, നമ്മളൊന്നുകൂടെ വെരിഫൈ ചെയ്യുക. 115.05 700 ക്വാണ്ടിറ്റി സൈപ്പ് ടു ബൈ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. നമ്മൾ ലൈവായിട്ട് ഫുൾ ട്രേഡ് വീഡിയോ കാണണമെങ്കിൽ മറ്റേ വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഈ പോർട്ട്ഫോളിയോയുടെ ടാബ് പോവുക, അല്ല ശരി ഓർഡർ ബുക്ക് എന്നുള്ള ടാബ് പോവുക. അവിടെ നമുക്ക് താഴത്തെ ടാബുകൾ കാണാൻ സാധിക്കും. മൈ ലിസ്റ്റ്, ഓർഡർ, പോർട്ട്ഫോളിയോ, ഡിസ്കവർ, അക്കൗണ്ട്. ഈ അക്കൗണ്ടിനകത്താണ് നമ്മൾ ബാലൻസ് എത്ര ഉണ്ടൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഓർഡർ ബുക്ക് എന്നുള്ള ടാബ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ട് അങ്ങോട്ട് വരും. നമുക്ക് കിടക്കാം നമ്മളിവിടെ പ്ലേസ് ചെയ്ത ഓർഡർ ഓപ്പൺ ഓർഡർ ആയിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു പ്രൈസ് മാച്ച് വന്നിട്ടില്ല. ഇപ്പോൾ കറണ്ട് നിൽക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 11 അത് കാണി, അത് ക്ലിക്ക് ചെയ്താൽ മതി. ഈ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടോ, അത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇവിടെ ഓർഡർ ഡീറ്റെയിൽസ് എന്നുള്ള ഇത് കാണാൻ സാധിക്കും. അതിൻ്റെ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഓർഡറിൻ്റെ ടൈം എപ്പോഴാണ് വെച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ബാക്ക് വരിക, ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. നമ്മുടെ 700 ക്വാണ്ടിറ്റി 11.05 എന്ന പ്രൈസിൽ വെച്ചേക്കുന്നു. ഇപ്പോൾ പ്രൈസ് വയ്ക്കുന്നത് 115.60 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഇൻട്രാഡേക്ക് വേണ്ടി ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. ഇത് പ്രൈസ് മാച്ച് എപ്പോൾ വരുന്നു അപ്പോൾ എക്സിക്യൂട്ട് ആവും. നമുക്കിനി ഓർഡർ പ്ലേസ് ചെയ്ത ഓർഡർ നമുക്ക് ക്യാൻസൽ ചെയ്യാം. കാരണം ഇപ്പോൾ പ്രൈസ് ഒത്തിരി മുകളിലേക്കോ പോയല്ലോ. നമുക്ക് ഒരു ഷോർട്ട് സെൽ ഓർഡറാണ് ചെയ്യേണ്ടത്, അതാണ് നമുക്ക് വരുന്നതെന്ന് തോന്നുകയാണ്. നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഓർഡർ മോഡിഫൈ എടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ക്യാൻസൽ ചെയ്യാം. ഡയറക്റ്റ്ലി ക്യാൻസൽ ചെയ്യാനായിട്ട് ആദ്യം മോഡിഫൈ കാണിച്ചു തരാം. മോഡിഫൈ ക്ലിക്ക് ചെയ്യുക. നമുക്കിപ്പോൾ പ്രൈസ് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിവിടെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. 11.20 എന്നാക്കി. അത് ചിലപ്പോൾ എൻ്റർ എടുക്കുന്ന സമയത്ത് ആ ഒരു ക്യാപിറ്റൽ കയറിപ്പോവും. ഞാനിതിപ്പോൾ അതിൻ്റെ പുറകെ ഷോർട്ട് സെൽ ഓർഡർ എങ്ങനെ പ്ലേസ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇത് ഈ ഓർഡർ ക്യാൻസൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ മനസ്സിലാകുന്നുണ്ട്. നമ്മളിവിടെ സൈപ്പ് ടു മോഡിഫൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മോഡിഫൈ ആവും. അടുത്ത് നമ്മുടെ ഇപ്പോൾ ഓർഡർ എടുക്കുന്നത് 11.05 ആണ്. അങ്ങനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. ഇനി ക്യാൻസൽ ചെയ്യണമെങ്കിൽ നമ്മൾ അടുത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ക്യാൻസൽ നിൽക്കുക. നമ്മൾ ഓർഡർ ചെയ്ത് എക്സിക്യൂട്ട് ആവണേ മുമ്പ് ക്യാൻസൽ ചെയ്യാം. യെസ് കൊടുക്കുക. ഇനി ഞാൻ ചെയ്യാൻ പോകണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത് എത്രയാണ് ഇതിൻ്റെ, നമുക്ക് മൊത്തം പുറത്തേക്ക് വരാം. ഇപ്പോൾ 116 പോയിൻ്റ് ഉണ്ട്. നല്ല ബ്രേക്കൗട്ട് ചെയ്ത് മുകളിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. നമുക്കൊരു ഷോർട്ട് സെല്ല് ചെയ്യാൻ പറ്റിയൊരു പോയിൻ്റാണ് നിൽക്കുന്നത്. നമുക്ക് ചാർട്ടൊന്ന് എടുത്ത് നോക്കാം. ഇത് അപ്ഡേറ്റ് ആയിട്ടില്ല ചാർട്ട്. അതിൻ്റെ മൊത്തം പുറത്തേക്ക് 116 നല്ല ബ്രേക്കൗട്ട് ചെയ്തൊരു പോയിൻ്റായി നിൽക്കുന്നത്. 1 അവർ ചാർട്ട് എടുത്ത് നോക്കാം നമുക്ക്. അത് ചില സമയത്ത് ഫോൺ സ്ലോ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സ്ലോ ആവും. ചാർട്ട് അപ്ഡേറ്റ് സ്ലോ ആവും. 1 മിനിറ്റ് ചാർട്ട് നോക്കി. ഓക്കെ, നല്ല റെസിസ്റ്റൻസ് പോയിന്റ് വന്നിട്ടുണ്ട് ഇവിടെ 11.25 എന്നുള്ളത്. നമുക്ക് അവിടെ ഷോർട്ട് സെല് ചെയ്ത് നോക്കാം. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സ്റ്റോക്ക് നമുക്ക് ഏതാ ചെയ്യേണ്ടത് ക്ലിക്ക് ചെയ്യുക. ചാർട്ടകത്ത് നോക്കുക. നമുക്ക് നോക്കാം ഇവിടെ 11.20 നല്ലൊരു ഒത്തിരി സെല്ലേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ പോയിന്റ് അതിൻ്റെ തൊട്ട് മുമ്പിലത്തെ പോയിന്റ് പിടിക്കാം. ഞാൻ ഇവിടെ താഴെ സെല്ല് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ്. സെല്ല് എടുക്കുവാണ്. ഇനി ഞാൻ ഷോർട്ട് സെല്ലാണ് ചെയ്യുന്നത്. അതായത് ആദ്യം സെല്ല് ചെയ്തിട്ട് ബൈ ചെയ്യുന്നതിൻ്റെ പ്രോസസ്സാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു 700 ക്വാണ്ടിറ്റിക്ക് ചെയ്യാമല്ലോ. 7 ക്വാണ്ടിറ്റി ഇവിടെ ഒരു 15 കൊടുത്തു. നമുക്ക് 110 ആണ് എക്സിക്യൂട്ട് ആവാനുള്ള ചാൻസ് ഒത്തിരി കൂടുതലാണ്. നമ്മൾ ബാക്കിയെല്ലാം അങ്ങനെ ലിമിറ്റ് ഇൻട്രാഡേ സെലക്ട് ചെയ്തു. ഞാൻ സൈപ്പ് ടു സെല്ല് കൊടുത്തു. കാരണം ഇതിപ്പോൾ 11.6 അപ്പോൾ എക്സിക്യൂട്ട് ആവാനുള്ള ചാൻസ് ഒത്തിരി ഉണ്ട്. ഇപ്പോൾ ഇതാ സെൽ ഓർഡറാണ്. ഇപ്പോഴും ഓപ്പൺ ആയിട്ട് തന്നെ നിൽക്കുന്നത്. കാരണം മാച്ച് വന്നിട്ടുണ്ടാവില്ലായിരിക്കും. പക്ഷേ മാച്ച് ഇപ്പോൾ തന്നെ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നോക്കാം, കണ്ടോ 603 ക്വാണ്ടിറ്റി മാച്ച് വന്നു. ബാക്കിയാണ് ഇപ്പോൾ തന്നെ ആവുമായിരിക്കും. മൊത്തം 700 ക്വാണ്ടിറ്റിക്ക്. കാരണം ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത് 11.05 നിൽക്കുന്നത്. പ്രൈസ് ഒത്തിരി താഴ്ന്നു താഴേക്ക്.
പക്ഷെ നമുക്ക് കാണാൻ നമുക്കിവിടെ പ്രോഫിറ്റ് പയ്യെ കയറുന്ന കാണാൻ പറ്റും പ്രൈസ് താഴുന്നതനുസരിച്ച്. നമുക്കിവിടെ ഓർഡേഴ്സിനകത്ത് ഒന്നുകൂടി നോക്കാം. ഇതിനകത്ത് ഈ 700 ക്വാണ്ടിറ്റിയിൽ 613 ക്വാണ്ടിറ്റിയാണ് ഷോർട്ട് സെല്ല് ചെയ്തത്. ഞാൻ ഇപ്പോൾ സെല്ലാണ് ചെയ്തേക്കുന്നത്. പ്രൈസ് അപ്പോൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ എനിക്കത് പ്രോഫിറ്റ് ആയിരിക്കും. നമുക്ക് അവിടെ പൊസിഷനിലേക്ക് ഇവിടെ സ്വിച്ച് ചെയ്ത് നോക്കാം. ഇവിടെ പൊസിഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കിപ്പോൾ ഈ ഓർഡറിന് ഒരു സ്റ്റോപ്പ് ലോസ് വെക്കണം. ഇതിപ്പോൾ 613 ക്വാണ്ടിറ്റിയാണ് എക്സിക്യൂട്ട് ആക്കണേ. നമുക്ക് ബാക്കി ക്വാണ്ടിറ്റി ഇനി എക്സിക്യൂട്ട് ആവാനുള്ള ചാൻസ് ഇല്ലാന്ന് അങ്ങനെ തോന്നുവാണെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. പക്ഷേ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാൻ, ചിലപ്പോൾ അതുകൂടെ എക്സിക്യൂട്ട് ആവുമായിരിക്കും. ഒരു മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്ത് ഓക്കെ. നമുക്ക് അതായത് ഈ സ്റ്റോപ്പ് ലോസ് വെക്കണമെങ്കിൽ കഥ പറഞ്ഞു നിർത്താം. അപ്പോൾ എന്തായാലും നമുക്കറിയാലോ, അതിൻ്റെ തന്നെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സെൽ മോർ എന്നുള്ള ഓപ്ഷൻ, നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി സെല് ചെയ്യണമെങ്കിൽ ഇപ്പം 700 ക്വാണ്ടിറ്റിയാണ് സെല് ചെയ്യുന്നത്. എനിക്കൊരു 10-50 ക്വാണ്ടിറ്റി വേണമെങ്കിൽ സെല് ചെയ്യാൻ എൻ്റെ കയ്യിലുണ്ട്, പൈസ ഉണ്ട്. അത് വെച്ച് നമുക്ക് കൂടുതൽ സെല് ചെയ്യാം, കൂടുതൽ ക്വാണ്ടിറ്റി. പിന്നെ ഇവിടെ സ്ക്വയർ ഓഫ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ സ്ക്വയർ ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഏതാണോ എടുത്തേക്കുന്നത് അതിന് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആണ് ഈ സ്ക്വയർ ഓഫിലാണ് നടക്കാൻ പോകുന്നത്. പിന്നെ നമുക്കുള്ള ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉണ്ട്. അതേപോലെ സെപ്പറേറ്റ് വേറെ വീഡിയോ ചെയ്യാം. പിന്നെ ഉള്ളത് നമ്മളിതിങ്ങനെ മാറ്റുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും എക്സിറ്റ് വിത്ത് GTT. അത് നമുക്ക് ഈ ഓർഡർ GTTയിലേക്ക് നമുക്കൊരു ലോങ് ടൈമിലേക്ക് ആക്കി ഇടാൻ പറ്റും. പിന്നെ ഈ ഇവിടെ ഒന്നിൻ്റെ ഡീറ്റെയിൽസേക്ക് പോയി. പിന്നെ ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അപ്പുറം ചാർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ചാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ ചാർട്ടിൻ്റെ സിറ്റുവേഷൻ കാണാൻ വരും. ഞാൻ ആദ്യം കണ്ട റെസിസ്റ്റൻസ് പോയിൻറ്റ് ഇവിടെയാണ് കണ്ടോ. ഇപ്പോൾ പ്രൈസ് ഓൾമോസ്റ്റ് വീണ്ടും എനിക്കിപ്പോൾ 700 ക്വാണ്ടിറ്റി എക്സിക്യൂട്ട് ആണ്. കാരണം വീണ്ടും 116.15 മാച്ച് വന്നിട്ട് നമുക്ക് നോക്കാം 700 ക്വാണ്ടിറ്റി എക്സിക്യൂട്ട് ആയിട്ടുണ്ടെന്ന്. ഒന്ന് ബാക്ക് പോവാണ് പൊസിഷനിൽ പോവുകയാണെങ്കിൽ അത് എക്സിക്യൂട്ട് ആയിട്ടില്ലല്ലോ, എന്താണോ അത് ആവുമായിരിക്കും. അത് നമ്മൾ ഓക്കെ ഒന്നുകൂടി കണ്ടിന്യൂ ആണ്. ഇത് ക്ലിക്ക് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഒരു സ്ക്വയർ ഓഫ് വെക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇത് ഇത്രയും കാര്യം മനസ്സിലായത് മാർക്കറ്റ് ഡെപ്ത് ഒക്കെ നമുക്ക് അറിയണമെങ്കിൽ വീണ്ടും, അതായത് എത്ര ബൈ ക്വാണ്ടിറ്റി എത്ര സെൽ ക്വാണ്ടിറ്റി ഉണ്ടെന്ന കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഈ മാർക്കറ്റ് ഡെപ്ത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാമെന്ന് വേറെ കാര്യം പറയാം. നെറ്റ് സെൽ വാല്യൂ 71,190 കിടക്കുന്നത്. ആവറേജ് സെൽ പ്രൈസ് 116.15. എത്ര പ്രൈസിലാണ് സെല് ചെയ്യുന്നുള്ളതാണ് കാണിക്കുന്നത്. പിന്നെ സെൽ ക്വാണ്ടിറ്റി എത്ര ആയിട്ടുണ്ടെന്ന് ഇവിടെ കാണാൻ സാധിക്കും. 613 ക്വാണ്ടിറ്റി ആണ്. പിന്നെ നമുക്ക് ക്ലോസ് ചെയ്തിട്ട് ഇത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അത് മിനിമൈസ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഈ സ്ക്വയർ ഓഫ് എന്നുള്ള ബട്ടണിൽ ഞെക്കുവാണ്. എനിക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാനാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി സ്ക്വയർ ഓഫ് ചെയ്യണമെങ്കിലും നമുക്ക് ഈ സ്ക്വയർ ഓഫ് എന്നുള്ള വെക്കാം. ഞാനിപ്പോൾ ഇതിന് വീഡിയോ ചെയ്തപ്പോൾ ഈ സ്റ്റോപ്പ് ലോസ് ലിമിറ്റും സ്റ്റോപ്പ് ലോസ് മാർക്കറ്റും ഞാൻ പിന്നീട് പറയാമെന്ന് പറഞ്ഞിരുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റോപ്പ് ലോസിന് അത് യൂസ് ചെയ്യുന്നു കറക്റ്റായിട്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ഓർഡർ എക്സിക്യൂട്ട് അയക്കുന്ന പ്രൈസ് 116.15 613 ക്വാണ്ടിറ്റിയാണ് എക്സിക്യൂട്ട് അയക്കണേ. അപ്പോൾ അതിനകത്ത് ഇനിയിപ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കണമെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത്, ഇവിടെ ഈ സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് എന്നുള്ളതുണ്ട്. സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് അത് നമുക്ക് ലിമിറ്റ് പ്രൈസും വെക്കാൻ പറ്റും, ട്രിഗർ പ്രൈസും വെക്കാൻ പറ്റും. അതിപ്പോൾ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്ന ഞാൻ പറഞ്ഞില്ല ഒരു 25% മുകളിലേക്ക് പോയാലും എന്നെ കൊണ്ട് സംബന്ധിച്ച് 200-300 ലോസിന് അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഇപ്പോഴും. അതാണെങ്കിൽ അപ്പോൾ ഒരു 116.45 നമുക്കത് നോക്കാം. നമുക്ക് എവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടതെന്ന് അത് നോക്കണം. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സാറിന് നോക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർസെൻറ്റേജിനേക്കാളും കൂടുതൽ ചാർട്ട് തന്നെ എടുത്ത് നോക്കും. ഒന്ന് ബാക്കോട്ട് വരാം. ഇവിടെ മാർക്കറ്റ് ഡെപ്ത് നമുക്ക് ചാർട്ട് എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ നിന്ന് ഡയറക്റ്റ് എടുക്കാം, അല്ലെങ്കിൽ ബാക്കിൽ പോയിട്ട് നമുക്ക് സ്റ്റോക്കിൽ നിന്ന് ഡയറക്റ്റ് എടുക്കാം. ഇപ്പം ഒന്ന് റീഫ്രഷ് ചെയ്യാം. മൊത്തം ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ റീഫ്രഷ് ചെയ്യാൻ പറ്റും ചെയ്യാം. അത് ഈ ഫോൺ സ്ലോ ആവുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ വേറൊരു ഫോണത്ത് യൂസ് ചെയ്യുമ്പോൾ അത്രയും പ്രോബ്ലം വരുന്നില്ല. ഈ ഫോണത്താണ് പക്ഷേ എൻ്റെ അത് റെക്കോർഡ് ചെയ്യാൻ ഭയങ്കര സുഖമാണ്. നമ്മളപ്പോൾ എൻ്റെ അത് നോക്കിയിട്ട് ഇപ്പോൾ 306 രൂപ പ്രോഫിറ്റ്. നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട പോയിൻ്റ് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർട്ട് ക്ലിക്ക് ചെയ്യുക. ചാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോഴും ചാർട്ട് അപ്ഡേറ്റ് ആയില്ല കേട്ടോ. ശരി, എന്നാൽ പറയാം. എന്തായാലും ഈ ഒരു പോയിന്റിലാണ് ശരിക്കും നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. ഇതിനൊക്കെ വിട്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒത്തിരി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 116.35 സ്റ്റോപ്പ് ലോസ് നമുക്ക് വെക്കാം. 1500, അതായത് ഒരു 20 പോയിൻറ്റ്സ്, അതായത് ഒരു 140 റുപ്പീസൊക്കെ. പക്ഷെ ഇപ്പോൾ ഇത് പ്രൈസ് താന്ന് 11570 ആയ സ്ഥിതിക്ക് അതൊരു സപ്പോർട്ടിങ് ആദ്യം റെസിസ്റ്റൻസ് പോയിൻ്റാണ് ഞാൻ പറഞ്ഞല്ലോ. അതിന് ബ്രേക്ക് ഔട്ട് ചെയ്താലാണ് അവിടെ വരെയും പോയത്. ഇപ്പോൾ അതൊരു സപ്പോർട്ടിംഗ് പോയിൻ്റ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. നമുക്കിവിടെ സമ്മറി എടുത്ത് നോക്കണേ, നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ പ്രൈസ് നിൽക്കുന്നത് ഇതൊരു സപ്പോർട്ടിംഗ് പോയിൻ്റാണ്. 6190 ക്വാണ്ടിറ്റി 1150 ഉണ്ട്. അപ്പോൾ ഞാനിവിടെ സ്ക്വയർ ഓഫ് ചെയ്യാൻ പോവുകയാണ്.
അപ്പോൾ അതായത് 115.50 വരുമ്പോൾ സ്ക്വയർ ഓഫ് ആണ് ഇതിൽ. ആദ്യം ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ച് കാണിച്ചു തരാം. ഇപ്പോൾ 7.5 ആയി. ഞാൻ ഈ പോയിന്റിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കുകയാണ്. പ്രൈസ് ഇപ്പോൾ താന്നിട്ട് ഇനി 115.95 ഇങ്ങനെ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ സ്റ്റോപ്പ് ലോസ് വയ്ക്കാമെന്ന് കാണിച്ചു തരാം. എല്ലാം ബാക്കോട്ട് പോവാണ്. ബാക്കോട്ട് വന്നു, എല്ലാം വന്നു. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കണ്ടിട്ട് 214.5 ആണ് നിൽക്കുന്നത്. അതിലൊരാണ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ സ്ക്വയർ ഓഫ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സ്ക്വയർ ഓഫ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നമ്മളപ്പോൾ ഇൻട്രാഡേ തന്നെയാണ്. ട്രിഗർ പ്രൈസ് ഈസ് മിസ്സിംഗ് എന്ന് പറഞ്ഞിരിക്കണം, നമ്മൾ അടിക്കണം. അപ്പോൾ നമ്മൾ 115.95 കൊടുത്തു. ഇവിടെ അതായത് എപ്പോഴാണോ പ്രൈസിന് തിരിച്ച് റിവേഴ്സ് അടിച്ച് 2 ആയിപ്പോയല്ലോ 115.95 വരുന്നത്. അന്നേരം ഇവിടെ എത്രയാണോ പ്രൈസ് അടിച്ചേക്കുന്നത് ഞാനിവിടെ ഒരു 95 കൊടുത്തു. അതായത് ഇനിയിപ്പോൾ ഇങ്ങനെ 115.80 ഉള്ള പ്രൈസ് നിൽക്കുന്നത്. ആ പ്രൈസ് ഇനി റിവേഴ്സ് പിന്നെ കൂടി 11.90 ആകുമ്പോൾ ഈ 613 ക്വാണ്ടിറ്റിയുടെ ഓർഡർ ബ്രോക്കർ 115.95 എന്ന പ്രൈസിലേക്ക് അയക്കും എന്നാണ് ഇത് കാണിക്കുന്നത്. ഞാനിത് വേണമെങ്കിൽ സൈപ്പ് ടു ബൈ കൊടുക്കുവാണ്. എനിക്കിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഇത് ട്രെയിൽ ചെയ്യാൻ നോക്കി ഇരുന്നേനെ. ഞാൻ സൈപ്പ് ടു ബൈ കൊടുത്തു. അപ്പം കാണാൻ സാധിക്കും ഇവിടെ ട്രിഗർ പ്രിൻറ്റിംഗ് ആയിട്ട് നമുക്കൊരു ഓർഡർ കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ ബാക്കിയുള്ള ഈ മറ്റേ ക്വാണ്ടിറ്റി ഓർഡർ കാണാൻ പറ്റും. നമ്മൾ ആദ്യം ഓർഡർ ബാക്കി എക്സിക്യൂട്ട് ആവാത്തതിൻ്റെ ബാക്കി ക്വാണ്ടിറ്റി ഓർഡർ അതിന് ക്യാൻസൽ ചെയ്യുകയാണ് ഞാൻ. ഇനി വെച്ചിട്ട് കാര്യമില്ല, അത് ഇവിടെ ക്യാൻസൽ കൊടുക്കുക. കാരണം ബാക്കിയുള്ള ഏകദേശം ഒരു 75ഓളം ക്വാണ്ടിറ്റി ഇനിയിപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഓർഡർ ക്ലോസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ഓർഡർ ക്യാൻസലായിട്ട് കാണാൻ സാധിക്കും. ട്രിഗർ പ്രിൻറ്റിംഗ് ആയിട്ട് ഈ ഓർഡർ കിടക്കുന്ന കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അവിടെ പൊസിഷനകത്ത് പോവാം. ഇപ്പോഴും പ്രൈസ് നിൽക്കുന്നത് നമുക്ക് ചാർട്ട് എടുത്ത് നോക്കാം. ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യാം. പ്രൈസ് 90 എത്തിയിട്ടില്ല. നമുക്കത് മോഡിഫൈ ചെയ്തപ്പോൾ ഒരു 85 ആക്കണം എന്ന് ഇരിക്കാം. കാരണം എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് താന്ന് 115.50 വരെങ്കിലും താഴും. അപ്പോൾ നമുക്ക് അവിടെ ടാർഗറ്റ് ഓർഡർ എങ്ങനെ വെക്കണമെന്ന് നോക്കാം. ഇനി ഒരു അഡീഷണൽ ആയിട്ട് ടാർഗറ്റ് ഓർഡർ കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ സ്ക്വയർ ഓഫിൽ തന്നെ ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഓക്കെ, നമുക്ക് ഈ മറ്റേ ഓർഡർ ഇതിന് മുമ്പ് ഇത് കൊടുത്തു നമ്മൾ ലിമിറ്റായിട്ട് ഓർഡർ കൊടുത്ത് നമുക്ക് മോഡിഫൈ ചെയ്ത് മാർക്കറ്റ് ഓർഡർ ആയിട്ട് കൊടുക്കാം. അന്നേരമുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഡിഫൈ ചെയ്തു ഞാൻ ഇത് സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് എന്നാക്കി. ഈ 90 എന്നുള്ളത് 95 എന്നാക്കി, അല്ല 90 തന്നെ ആക്കി. ഇതെന്നുള്ള വ്യത്യാസമായി എപ്പോൾ പ്രൈസ് ഇനിയിപ്പോൾ കൂടി 115.90 വരുന്നോ അപ്പോൾ ആ അടുത്ത ഇപ്പോൾ ഞാൻ ബൈ ആണല്ലോ ചെയ്യുന്നത്. ഏത് സെൽ മാച്ച് വരുന്നോ ആ പ്രൈസിന് ഇത് എക്സിക്യൂട്ട് ആവും. മറ്റേത് 90 എത്തുമ്പോൾ 95 എന്ന രീതിയിൽ ഒരു ഓർഡർ മാർക്കറ്റിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് ചില ഓർഡർ എക്സിക്യൂട്ട് ആകാതെ പോകും. കാരണം ഓർഡർ അയക്കുന്ന സമയത്ത് ആ പ്രൈസിന് വലിയ മുകളിലേക്ക് കയറി പോയി മാച്ച് വന്നില്ല എന്നൊക്കെ വരും. അപ്പോൾ ഇതാകുമ്പോൾ സേഫാണ് സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ്. അപ്പോൾ എപ്പോഴും സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ ആൾക്കാർ പറയണേ ഒരു സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡർ ആയിട്ട് വെക്കുകയാണ് എപ്പോഴും സേഫ്. നമുക്ക് എന്തായാലും ആ പ്രൈസ് മാച്ച് വരുമ്പോൾ കറക്റ്റ് അടുത്താണ് നെക്സ്റ്റ് ഏതാണുള്ളത് അതിൽ നമുക്ക് എക്സിക്യൂട്ട് ആവും. നമ്മൾ സൈപ്പ് ടു ബൈ ഇതിപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തായി പോകുന്നു. 28 മിനിറ്റ് അല്ലേ. സൈപ്പ് ടു മോഡിഫൈ കൊടുക്കുവാണെങ്കിൽ അത് 115.90 അല്ലേ. ഇപ്പോഴും ആ ഓർഡർ ട്രിഗർ പെൻഡിങ് ആയിട്ട് കിടക്കുവാണ്. നമ്മുടെ പോർട്ട്ഫോളിയോ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 317 പ്രോഫിറ്റ് ഉണ്ട് പ്രൈസ്. അപ്പോൾ നമുക്ക് ഈ പ്രൈസിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഈ ഓർഡറിൽ തന്നെ പോവുക. ഇതിനെ വേണമെങ്കിൽ വീണ്ടും മോഡിഫൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഈ പോർട്ട്ഫോളിയോയിൽ നിന്ന് ഇവിടുന്ന് സ്ക്വയർ ഓഫ് ചെയ്യാം. അതിന് സ്ക്വയർ ഓഫ് ചെയ്യാൻ സ്ക്വയർ ഓഫ് എന്ന് വെക്കുക. സൈപ്പ് ടു ബൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ താഴെ സൈപ്പ് ടു ബൈ എന്ന് ഡയറക്റ്റ്ലി കൊടുക്കാം നമുക്ക്, നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കാതെ. ഞാൻ ഇപ്പോൾ എന്നാൽ സ്റ്റോപ്പ് ലോസ് ഓർഡർ ക്യാൻസൽ ആയിട്ട് ഡയറക്റ്റ്ലി സ്ക്വയർ ഓഫ് ചെയ്ത് കാണിച്ചു തരാം. ഓർഡേഴ്സിൽ പോയി ട്രിഗർ കൊടുത്തു, ആ ഓർഡർ ഞാൻ ക്യാൻസൽ ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇനി എൻ്റെ പോർട്ട്ഫോളിയോ നിൽക്കുവാണ് ഞാൻ. ഇപ്പോൾ പോർട്ട്ഫോളിയോ ആണ് നിങ്ങൾ കാണുന്നത്. എനിക്കൊരു 337 പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ ആ പ്രൈസിന് ഞാൻ ഇത് സ്ക്വയർ ഓഫ് ചെയ്യുകയാണ്. വേറെ ഒന്നും ഇനി ചെയ്യുന്നില്ല. സ്റ്റോപ്പ് ലോസ് ഒന്നും വെക്കുന്നില്ല. സ്റ്റോപ്പ് ലോസ് വെച്ചാൽ എങ്ങനെയാണ് ക്ലിയർ ആയി തരുന്നു. ലിമിറ്റായിട്ട് നമുക്ക് വെക്കാം, അല്ലെങ്കിൽ മാർക്കറ്റായിട്ട് വെക്കാം. ഇത് വീണ്ടും തിരിച്ച് മുകളിലേക്ക് കയറുവാണ്. ഉള്ള കാര്യത്തിൽ സ്ക്വയർ ഓഫ് ചെയ്യുകയാണ് എനിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. അതുകൊണ്ട് ഞാൻ ചെയ്യുവാണ്. നമ്മൾ അതിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഈ താഴെയുള്ള സ്ക്വയർ ഓഫ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക.
സ്ക്വയർ ഓഫ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ താഴെ മാർക്കറ്റ് എന്നുള്ള ഓപ്ഷനാണ് നിൽക്കുന്നത്. സ്ക്വയർ ഓഫ് ബൈ ഡിഫാൾട്ട് വരുന്നത് നമ്മൾ ഒന്നുകിൽ നമുക്കൊരു ലിമിറ്റ് പ്രൈസ് വെച്ച് സ്ക്വയർ ഓഫ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എൻ്റെ വിശ്വാസം ഇതൊരു പ്രൈസ് താഴ്ന്നൊരു 115.60 സ്ക്വയർ ഓഫ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഡയറക്റ്റ്ലി അങ്ങനെ സ്ക്വയർ ഓഫ് ചെയ്യാം. കൊടുത്തു ഈ സ്വൈപ്പ് ടു ബൈ എടുക്കാം, അല്ലെങ്കിൽ മാർക്കറ്റിൽ നമുക്ക് കൊടുക്കാം. മാർക്കറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ലിമിറ്റിൽ സ്ക്വയർ ഓഫ് വെച്ച് നോക്കാം. 1 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ആയിരിക്കും നമുക്ക് മാർക്കറ്റിൽ സ്ക്വയർ ഓഫ് ചെയ്യാം. ഞാൻ ഇവിടെ ഇതിപ്പോൾ അത്രയും സ്വയം ക്വാണ്ടിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ലിമിറ്റ് പ്രൈസ് അടിച്ചു 115.60. ഇപ്പോൾ 15 അയച്ചു കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഇപ്പോൾ സ്വൈപ്പ് ടു ബൈ കൊടുക്കാൻ പോവാണ്. ഞാൻ അവിടെ സ്വൈപ്പ് ടു ബൈ കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ ഓർഡർ ഓപ്പൺ ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം ഇപ്പോഴും പ്രൈസ് നിൽക്കുന്നത് അതിന് മുകളിലായിരിക്കും. നമ്മുടെ പോർട്ട്ഫോളിയോ തന്നെ പോകാം. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും 11.75 പ്രൈസ് നിൽക്കുന്നത്. 65 താന്നിട്ട് നമുക്ക് താഴും നോക്കാം. 60 കണ്ടോ, ഇപ്പോൾ 60 താന്നിട്ട്. ഇപ്പോൾ അതിന് എക്സിക്യൂട്ട് ആവാനുള്ള ചാൻസ് ഉണ്ടാവും. ചിലപ്പോൾ 1 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്താൽ മതിയായിരിക്കും. നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടി നോക്കാം. ഡീറ്റെയിൽസ് മാറ്റിക്കഴിഞ്ഞാൽ കണ്ടോ, ഈ 70 കഴിഞ്ഞിട്ട് അടുത്തുള്ളത് 60 ക്വാണ്ടിറ്റീസ് ഉള്ളത്. അപ്പോൾ അടുത്ത എപ്പോൾ മാച്ച് വെച്ച് വരുന്നു. ഇപ്പോൾ ഞാൻ പ്ലേസ് ചെയ്ത ഓർഡർ ഇപ്പോൾ ഈ കൂട്ടത്തിൽ കിടക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എപ്പോൾ ഇനി അടുത്ത സെല്ലേഴ്സ് ഈ 11.6 ആയത് 2776 നിങ്ങൾ കാണുന്നതിൽ ഒരു 613 എൻ്റെ ആണ്. അത്രയും മാച്ച് എപ്പോൾ വരുന്നോ അപ്പോൾ അത് എക്സിക്യൂട്ട് ആവും. ഞാനത് എക്സിക്യൂട്ട് ആവുന്നത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് മാർക്കറ്റ് പ്രൈസിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ വേണമെങ്കിൽ ഈ വീഡിയോ ക്ലോസ് ചെയ്യാൻ വേണ്ടി വേറെ പരിപാടി കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടു, ഇവിടെ ഒരു 165 വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ക്ലോസ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രൈസ് ഇപ്പോൾ 115.65 മോഡിഫൈ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് അടുത്ത മാച്ച് വരുമ്പോൾ തന്നെ മിക്കവാറും അത് ക്ലോസ് ആയിക്കോളും. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ക്ലിയർ ആയി വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് അപ്സ്റ്റോക്കിലൊക്കെ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക്. നിങ്ങൾക്കത് ഈസി ആയിട്ട് ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് എടുക്കാവുന്നതാണ്. അത്യാവശ്യം ബ്രോക്കറേജ് ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് ആണ്. പിന്നെ ഡെലിവറിക്ക് ഒരിടയ്ക്ക് അവർ ചാർജ് വെച്ചായിരുന്നു, ഇടയ്ക്ക് പിന്നെ ചാർജ് ഇല്ലാതെയായി. അത് മാറി പറഞ്ഞൊക്കെ ഇരിക്കും. നമുക്ക് ഒരു മാക്സിമം ഇനിയൊരു ഇപ്പോൾ സമയത്തിലായി 32 മിനിറ്റ്, അരമണിക്കൂർ കൂടുതലായി. ഞാൻ ഇപ്പോൾ ഇൻട്രാഡേ കുറിച്ച് പറഞ്ഞത് പുതിയതായിട്ട് ട്രേഡിങ്ങിലേക്ക് വരുന്നവർക്ക് ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. പക്ഷേ ഇൻട്രാഡേ വെച്ച് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. പക്ഷേ കൃത്യമായിട്ടുള്ളൊരു മെൻ്റൽ ഇത് വേണം. മീൻസ് നമ്മൾ ലോസ് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് വേണം. പിന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം. അങ്ങനെ വലിയ പ്രോഫിറ്റ് നോക്കി ഒറ്റയടിക്കാണ്ട് എടുക്കരുത്. ഞാനിപ്പോൾ 16,000 രൂപ അതിൻ്റെ ഒരു 300 ഇട്ട് കഴിഞ്ഞാൽ ഒരു 2% അല്ല ഓക്കെ, നമുക്കൊരു അത്യാവശ്യം ഒരു ഇത് കിട്ടും. ഒരു 300 രൂപ വന്നാൽ മതി. അല്ല, നമ്മൾ ഒരുപാട് പ്രോഫിറ്റൊക്കെ ഉണ്ടാക്കാൻ നോക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് ലോസ് വരുന്നത്. ഞാനിപ്പോൾ ഒരു പണി ചെയ്യാൻ തൽക്കാലം വെച്ച് ഓർഡർ മാർക്കറ്റ് ഓർഡറായിട്ട് ക്ലോസ് ചെയ്ത് വീഡിയോ ക്ലോസ് ചെയ്യുകയാണ്. ഇതിനെ മോഡിഫൈ ചെയ്യുകയാണ് ഞാൻ. ഉണ്ടോ, ഇപ്പോൾ എക്സിക്യൂട്ട് ആയിട്ടുണ്ടാവല്ലോ. ഓർഡർ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് കാണാം. നമ്മുടെ മാറ്റാൻ പോയപ്പോഴത്തേക്കും തന്നു. ഇപ്പോൾ എനിക്കിവിടെ 337 രൂപ പ്രോഫിറ്റ് കിട്ടി. അരമണിക്കൂർ ഇരുന്നെങ്കിലും 337 രൂപ കിട്ടി. എൻ്റെ എടുക്കാൻ വിട്ട പോയിൻ്റ് ക്വാണ്ടിറ്റി ഇവിടെ നമുക്ക് 0 ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഫുള്ളായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാ കാര്യം പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ എനിക്ക് അറിയാമെന്ന് പറഞ്ഞുതരാം. പിന്നെ അക്കൗണ്ട് എടുക്കാനും പറഞ്ഞല്ലോ, നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഞാൻ പിന്നെ സീരിയസ് ആയിട്ട് കുറച്ച് വീഡിയോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എങ്ങനെയാണ്, നമ്മുടെ ഇത് നോക്കുന്ന ലോസും പ്രോഫിറ്റും നോക്കുന്ന എങ്ങനെയാണ്, അത് സെപ്പറേറ്റായിട്ട് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.